ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ നമ്മുടെ സ്വന്തം തളപതി വിജയിന്റെ ഫൈനൽ മൂവിയായ ജനനായകന്റെ ട്രെയിലറിന്റെ മൈ ഒപ്പീനിയനാണ് ഞാൻ പറയാൻ പോണത് ഗൈസ്. എനിക്ക് നിങ്ങളെ ട്രെയിലർ കാണിച്ചോളൂ പറയണതൊക്കെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ, എപ്പോഴും ഇങ്ങനെ കാണിക്കുമ്പോഴേ യൂട്യൂബിന് ഈ സൈഡ് കോപ്പിറൈറ്റ് ഒക്കെ തരും. കോപ്പിറൈറ്റ് എന്ന് എൻ്റെ ചാനൽ പോയി കോപ്പിറൈറ്റ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും ട്രെയിലർ കാണിക്കത്തില്ല. ചില മൂവിക്കൊക്കെ ഞാൻ ട്രെയിലർ കാണിക്കാം. ഞാൻ നേരത്തെ മറ്റേ മൂവിന്റെ ട്രെയിലർ കാണിച്ചോണ്ടേ ചിലപ്പോൾ ഇനി ഇതും കൂടി ട്രെയിലർ ചിലപ്പോൾ കോപ്പിറൈറ്റ് കൂടി തന്നേക്കും. അവിടെ എപ്പോഴും ട്രെയിലർ കാണിക്കാൻ പറ്റൂല, എന്നോട് ക്ഷമിക്കണം. പക്ഷെ ചില മൂവിക്കൊക്കെ ഞാൻ ട്രെയിലർ കാണിക്കാൻ തരും, അത് ഉറപ്പ് തരാം. അവ ഗൈസ് നമ്മുടെ തളപതി വിജയിന്റെ അവസാന മൂവിയാണ് ഗൈസ്, ഫൈനൽ മൂവിയാണ്. കാരണം ഇപ്പൊ വിജയ് CM ഒക്കെ ആയല്ല. അപ്പൊ വിജയിന് ഇനി സമയമൊന്നും ഉണ്ടാവില്ല, സിനിമയിൽ അഭിനയിക്കാൻ ഇനി സമയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ വിജയിന്റെ അവസാന പടമായ ജനനായകന്റെ ട്രെയിലറാണ് ഞാൻ പറയാൻ പോണത്. മൈ ഒപ്പീനിയൻ ഇട്ടാ. അപ്പൊ നമുക്ക് തുടങ്ങാം ഗൈസ്. ഞാൻ ട്രെയിലർ കണ്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട്. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ ഈ സിനിമ റീക്രിയേറ്റ് ചെയ്തേക്കാണല്ലേ, മറ്റേ നമ്മുടെ ഭഗവൻ കേസരി എന്ന് പറഞ്ഞാൽ 2023 ഹിറ്റായ ഒരു സിനിമയില് ഭഗവൻ കേസരി, അതിന്റെ റീക്രിയേറ്റ് ആയിട്ടാണല്ലേ ഈ സിനിമ ഇറങ്ങിയേക്കണത്. അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അത് അടിപൊളിയാണ്. ഇത് പൊളിറ്റീഷ്യനായിട്ട് അടിയും വഴക്കൊക്കെ ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ ട്രെയിലർ കണ്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ സിനിമ കാണാൻ പോകും ജൂലൈ 23, 2026. അപ്പൊ അന്നാണ് ഈ സിനിമ റിലീസ് ചെയ്യണത്. അന്ന് തന്നെ ഞാൻ കാണാൻ പോകും. കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ല, മറ്റേ പൊളിറ്റീഷ്യൻ ഇതൊക്കെ ആയതുകൊണ്ടേ ചെറിയ പോസ്റ്റ്പോണ്ട് ഇഷ്യൂ, കുറച്ച് ഡിലേക്ക് ആയല്ലേ, അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പൊളിറ്റീഷ്യനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സിനിമ തന്നെയാണ്. വിജയന്റെ അവസാന പാഠമാണ്, അതാണ് എനിക്ക് ഏറ്റവും വിഷമം എന്ന് പറഞ്ഞാൽ. കാരണം ഇത്രയും കാലം കണ്ട നമ്മുടെ സ്വന്തം വിജയ് ഇതിന്ന് ഇതാവാൻ പോണേ, ഇനി വിജയിന്റെ സിനിമയെന്ന് ഉണ്ടാവൂലെന്നാ പറയണ, ഫൈനൽ സിനിമയെന്നാ പറയണത്. റിട്ടയർ ആയി. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കണത് വിജയിന് ഇനി നല്ല സിനിമകൾ വീണ്ടും വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കണം. പിന്നെ ഇതിലൊരു സീനുണ്ട്, ഇതിങ്ങനെ നോക്കിക്കോട്ടാ. പണ്ടെന്ന് പറഞ്ഞാൽ വിജയിന്റെ സിനിമയിലൊക്കെ പറയുമ്പോ ഇതിങ്ങനെ അങ്ങനെയാണ് കാണിച്ച. ഇപ്പൊ എങ്ങനെയാന്ന് അറിയോ, ഇപ്പൊ വിജയിന്റെ പുതിയ സ്റ്റൈലാണ്, ഇങ്ങനെ വിജയിന്റെ പുതിയ സ്റ്റൈലാണ്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ ഈ സിനിമ എനിക്ക് ഉറപ്പാണ് ഗൈസ്, ഇത് വിജയിന്റെ ഫൈനൽ സിനിമയോണ്ടില്ലേ എന്തായാലും ഇല്ലേ നല്ല ആക്ഷൻ ഇടി വഴക്ക് എല്ലാം ഉണ്ടാവും ഗൈസ്. വിജയിന്റെ ഒരു സംസാരമില്ലേ, നല്ല സ്ലാങ്ങിന്റെ ഒരു സംസാരമില്ലേ, ആ സംസാരവും പിന്നെ വിജയിന്റെ ഒരു സ്റ്റൈലിലെ ഫൈറ്റിംഗ് ഒക്കെ ഇല്ലേ, അതെല്ലാം നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ പറ്റും. കാരണം വിജയിന്റെ അവസാന പടമല്ലേ. അപ്പൊ വിജയ് എന്തായാലും വിജയിന്റെ 100% എഫോർട്ടും ഈ സിനിമയെ കൊടുത്തിട്ടുണ്ടാവും. വിജയിന്റെ എല്ലാ ആക്ഷൻ സീനും എല്ലാ ക്യാമിയോ എല്ലാം നല്ല സ്റ്റൈലായിട്ട് തന്നെ വിജയ് എന്തായാലും 100% ഹാർഡ് വർക്ക് ചെയ്ത് ഈ സിനിമയെ കൊടുത്തിട്ടുണ്ടാവും. അവസാന സിനിമയല്ലേ. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തായാലും വിജയിന് ഇങ്ങനത്തെ സിനിമ ഇനിയും നിർത്താണ്ട് പോയിട്ട് ഇനിയും വേറെ സിനിമ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. ഞാനൊക്കെ വിജയനെ അറിയാൻ തുടങ്ങിയത് ഗില്ലി എന്ന് പറഞ്ഞ സിനിമ അറിയില്ലേ പണ്ട്, ഗില്ലി ഗില്ലി അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയ ഒരു നായകനാണ് വിജയ്. ആ സ്റ്റൈൽ ഡാൻസ് ഒക്കെ പൊള്ളി. അപ്പൊ തന്നെ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയ ഒരു ആക്ടറാണ് വിജയ്. പിന്നെ വിജയിന്റെ കുറെ സിനിമയൊക്കെ കുറെ പഴയ പണ്ടത്തെ സിനിമകളും പിന്നെ ഇപ്പോഴത്തെ കുറെ സിനിമകളുണ്ട്. എനിക്ക് കൂടുതലും വിജയിന് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ സിനിമയാണ്. എല്ലാം അടിപൊളിയാണ്, ഭയങ്കര സ്റ്റൈലല്ലേ, സ്റ്റണ്ട് സീനായാലും ഫൈറ്റിംഗ് ആയിക്കോ എൻ്റെ പൊന്നോ, അതൊക്കെ ഇപ്പോഴും കാണുമ്പോൾ രോമാഞ്ചം. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട് ഗൈസ്. കാരണം പുള്ളി അവസാന സിനിമയോട് ഇനി ഉണ്ടാവൂല എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ വിജയ് ഇനി നല്ല സിനിമകൾ വീണ്ടും ചെയ്യട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കണം ഗൈസ്. പിന്നെ ഇതിൽ ഇതില് മറ്റേ ആരാണ് നായികയായിട്ട് വന്നേക്കണെന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല, നമ്മുടെ പ്രേമലൂലെ നായികയില്ലേ മമിത ബൈജു, അതാണ് ഈ സിനിമയിലെ നായികയായിട്ട് വന്നേക്കണത്. പിന്നെ ഇതിൽ ഗൈസ് ഞാൻ കാണിച്ചു, ഇതിൽ പൂജ ഹെഡ്ജ് ഉണ്ടെന്ന് പറയുന്ന ഈ സിനിമയിൽ ആണോ കറക്റ്റ് ആണ്? നിങ്ങൾ കമന്റ് ചെയ്യണോട്ടോ, പൂജ ഹെഡ്ജ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണോട്ടോ. ട്രെയിലർ എന്തായാലും നല്ല രീതി തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ കാണിക്കാണ്ട് വിഷമമുണ്ട് ഗൈസ്, സോറി. കാരണം എപ്പോഴും അങ്ങനെ ട്രെയിലർ കാണിച്ചാൽ കോപ്പിറൈറ്റ് വരും. അതാണ് ഞാൻ മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടേക്കണം. അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇട്ടേ പിന്നെ സ്ട്രൈക്ക് പ്രശ്നമാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ചില സിനിമയൊക്കെ ഞാൻ ട്രെയിലർ കാണിക്കുക, എപ്പോഴും കാണിച്ചാൽ കോപ്പിറൈറ്റ് ഉണ്ട്. സോറി, അതുകൊണ്ടാണ്, വേറെ ഒന്നും നിങ്ങൾ കരുതല്ലേ. പൈസ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഈ സിനിമയിൽ റോബോട്ട് ഉണ്ടല്ലോ, അവസാന സീനിൽ ഒരു റോബോട്ടിനെ കാണിക്കുന്നുണ്ടല്ലോ, അത് കുറച്ച് ഇതായി പോയിട്ടാ, അത് കുറച്ച് ഫ്ലോപ്പ് ആയി പോയി. റോബോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതൊന്നും കൊള്ളൂല, റോബോട്ടൊന്നും വേണ്ട, എല്ലാം മനുഷ്യന്മാരെ വില്ലന്മാരൊക്കെ. കൈസ് അതേ വില്ലന്റെ പേരെന്താണ് എനിക്കറിയാവുന്ന, വില്ലന്റെ പേരെന്താണ്, നല്ല കിടിലൻ വില്ലന്മാരും ആണ്. പിന്നെ നമ്മുടെ വിജയിന്റെ മുമ്പിൽ നിൽക്കണ
സീനായിരിക്കും മോനെ വിജയിന്റെ. ഞാൻ കാത്തിരിക്കണ വിജയുടെ സിനിമ ഇറങ്ങാനായിട്ട്. ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് പോയി കാണാം ഞാൻ ആ സിനിമ. എന്തായാലും 2 സിനിമ കാണാനുണ്ട് എനിക്ക്. ഒരു ഇംഗ്ലീഷോടെ കാണാനുണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം വിജയിന്റെ സിനിമ കാണാനുണ്ട്. പക്ഷെ ആ റോബോട്ടിനെ കൊടുത്ത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. റോബോട്ടൊക്കെ അശോ, അത് നമ്മുടെ ഇൻഡസ്ട്രിയിലെ റോബോട്ടിനെയൊക്കെ ഒരു സിനിമയിൽ നിങ്ങൾ കണ്ടാണോ ആ ട്രെയിലർ? നിങ്ങൾ അവസാനം കണ്ടില്ലേ റോബോട്ടിനെ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ അത് കുറച്ച് ഇതായി പോയല്ല അല്ലേ? അത് വേണ്ടായിരുന്നെന്ന് ഞാൻ പറയുള്ളൂ. റോബോട്ടിനൊക്കെ എന്തിനാണല്ലേ? അത്രയും പറയാനുള്ളൂ. അടിപൊളി സിനിമയെ നിങ്ങളെല്ലാവരും പോയി കണ്ടോളാം വിജയൻ്റെ സിനിമ. കാരണം വിജയൻ്റെ അവസാന പടമാണ്. അപ്പോൾ എല്ലാവരും പോയി കാണണം. അപ്പോൾ ഗൈസ് ഈ സിനിമേനെ പറ്റി പറയാൻ ഞാൻ വന്നത് വേറെ ഒന്നുമില്ല. അപ്പോൾ പൂജ ഹെഡ്ജ് ഈ സിനിമയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വിജയൻ്റെ ആ ലാസ്റ്റ് മൂവിയായ ജനനായകൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞാൻ വന്നത്. പിന്നെ അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വീണ്ടും എന്നെ വയ്ക്കും. ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്. ബൈ.